കുട്ടാ ഈ കർക്കടക ഭ്രാന്ത് എന്ന് പറയുന്ന വളരെ സവിശേഷമായിട്ടുള്ള ഒരു തരം മാനസികാവസ്ഥയിലൂടെയാണ് പോകൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 16-ാം തീയതി വരെ ഈ ഉപദ്രവം ഉണ്ടാകും. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അതിൽ നിന്ന് പുറത്തു വരാൻ. എന്തായാലും കഴിഞ്ഞ ദിവസം പാറ്റകൾ കുറച്ച് സഹായിച്ചതുകൊണ്ട് അവർ ആ ജന്തർ മന്ദറിൽ കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടേക്ക് മറക്കുകയും പാറ്റകളുടെ പിന്നാലെ പോയത് കൊണ്ട് നല്ല ഉന്മേഷവും ഉശിരോടുകൂടിയും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ജന്മദിനം കഴിഞ്ഞു, ഒരു ദിവസം ഇടവേള എടുത്തു. വാസുദേവ ഇടവേള എടുക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ഇന്നലെ സമകാലിക മലയാളത്തിനകത്ത് നമ്മുടെ കൃഷ്ണകുമാറിന്റെ സംസാരം കേട്ടു. ആ സംസാരത്തിന് ശേഷം അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ എന്റെ ഉള്ളിൽ വന്നു. പക്ഷെ ഞാനത് അടക്കി ഒരു ദിവസം വിശ്രമം എടുത്തു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ആ വിഷയം പറയുന്നില്ല. പകരം ഞാൻ എന്തുകൊണ്ട് സംഖ്യയായി. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സംഖ്യ എന്ന് പറയുന്ന ഒരു വിളി ആത്മാർത്ഥമായി കേൾക്കുന്ന ഒരാളാണ്. സംഖ്യ എന്ന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ എന്തോ എന്ന് വിളി കേട്ടിട്ടുള്ള ഒരാളുമാണ്. ഏതാണ്ട് 2011-12 കാലം മുതൽ സംഖ്യ എന്ന് പറയുന്ന ഒരു വിളിക്ക് ഇരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു അപമാനകരമായിട്ടുള്ള വിളി വേറെയില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഈ സമകാലിക മലയാളത്തിനകത്ത് കൃഷ്ണകുമാർജി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വർത്തമാനം പിന്നീട് പറയാം. തൽക്കാലം ഞാൻ എന്തുകൊണ്ട് സംഖ്യയായി, എന്നെ എന്തുകൊണ്ട് സംഖ്യ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ആ സംഖ്യ എന്നുള്ള വിളിയോട് ഞാൻ എന്തോ എന്ന് എന്തുകൊണ്ട് വിളി കേൾക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ പറയേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംസാരം, എന്തായാലും കർക്കടക ഭ്രാന്തിനകത്ത് പെടുന്ന സംസാരത്തിൽ പെട്ടതാണ് ഇതും. ദയവായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം. സംഖ്യകൾ പ്രത്യേകിച്ച് കേൾക്കണം. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ എത്ര പേർ സംഖ്യയാണ്, നിങ്ങൾ എത്ര പേർ സംഖ്യ ആകാതെ തന്നെ സംഖ്യ എന്നുള്ള വിളി കേൾക്കുന്നു. എന്തായാലും സംഖ്യകളായിട്ടുള്ള, അത് മനസ്സുകൊണ്ട് സംഖ്യയായവരും വിളി കൊണ്ട് മാത്രം സംഖ്യയായവരും ഇനി സംഖ്യയാവാൻ ഇരിക്കുന്നവരും എല്ലാവരും ദയവായി പോകൻ പറയുന്നതൊന്ന് കേൾക്കണം. നിങ്ങൾക്കൊക്കെ സംഖ്യയാവാൻ ഓരോ കാരണങ്ങളുണ്ടാവാം. നിങ്ങളെയൊക്കെ സംഖ്യയാക്കാൻ മറ്റുള്ളവർക്ക്, നിങ്ങളെ സംഖ്യ എന്ന് വിളിക്കുന്നവർക്കും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടേക്കാം. എന്റെ കാരണം വളരെ വ്യത്യസ്തമാണ്. ഞാൻ എന്തുകൊണ്ട് സംഖ്യ എന്ന് പറയുന്ന വിളി കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പാറ്റകളുടെ വിഷയത്തിൽ തന്നെ വളരെ ആത്മാർത്ഥമായി പോങ്ങൻ നാവാടി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. കടുത്ത ദേശീയവാദിയായി അങ്ങേയറ്റം കേന്ദ്ര സർക്കാരിന് അനുകൂലമെന്ന് കാണാവുന്ന നിലയിൽ, കൃത്യമായ നിലയിൽ സംസാരിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും അതിനായിട്ടുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്ര കാലം സംഘി എന്ന് വിളി കേട്ടുവെങ്കിൽ പോലും ആ വിളി കേൾക്കലിനെ അന്വർത്ഥമാക്കുന്ന നിലയിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് പാറ്റ വിഷയത്തിലാണ് എന്ന് പറയുന്ന ഒരു വിചാരമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പോ എന്തുകൊണ്ട് പോങ്ങൻ സംഖ്യയായി, അല്ലെങ്കിൽ സംഖ്യ എന്ന് പറയുന്ന വിളിയോട് എന്തുകൊണ്ട് അനുകൂല ഭാവത്തിൽ ഞാൻ പ്രതികരിക്കുന്നു, എന്തോ എന്ന് വിളി കേൾക്കുന്നു, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. പോങ്ങൻ സംഖ്യ ആയതിന്റെ പിന്നിൽ പോങ്ങന്റെ സ്വാർത്ഥത മാത്രമാണ് കാരണം. ഞാനൊരു സുഖിമാനാണ്. സ്വാതന്ത്ര്യത്തെ ഞാൻ കണ്ടമാനം ഇഷ്ടപ്പെടുന്നുണ്ട്. സമാധാന സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൊതിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു സ്വാർത്ഥത കൂടി, അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ കൂടി ലക്ഷണമാണ്. നമ്മൾ സമാധാനത്തോടെ ജീവിക്കണം എന്ന് പറയുന്നത് സ്വാർത്ഥത തന്നെയാണല്ലേ. സമാധാനം എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു വലിയ സമൂഹം നമ്മളുടെ നാട്ടിലുള്ളപ്പോൾ പൊങ്ങൻ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്റെ സ്വാർത്ഥത എന്നെ സംഖ്യയാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. സംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം പശു തന്നെയാണ്. നമുക്കൊരു പശുവുണ്ട്. സ്വാഭാവികമായിട്ടും നാണ്യമൃഗമാണ് പശു എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം നൽകാൻ, പോഷകം നൽകാനും പണം നൽകാനും പശുവിന് സാധിക്കും. പാലായിട്ടും മോരായിട്ടും തൈരായിട്ടും വെണ്ണയായിട്ടും നെയ്യായിട്ടും അങ്ങനെ പല വിധത്തിൽ, ചാണകമായിട്ടും മൂത്രമായിട്ടും ഒക്കെ തന്നെ പശു എന്ന് പറയുന്ന ആ മൃഗം, ആ നാണ്യമൃഗം ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ തന്നെ പോറ്റുന്നുണ്ട് എന്നുള്ളത് സത്യമാണല്ലേ. അപ്പോൾ നിങ്ങളുടെ പശു, ആ പശുവിന് മേൽ നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. ഈ പശു പ്രസവിക്കും, അത് പാൽ ചുരത്തി തുടങ്ങും. അങ്ങനെ ആ പശു നമ്മളുടെ കുടുംബത്തെ രക്ഷിക്കും, നമുക്ക് സമൃദ്ധി പകരും എന്ന് പറയുന്ന ഒരു വിചാരമുള്ള ഒരു പശു. ആ പശുവിനെ തീറ്റിപ്പോറ്റാനും ആ പശുവിന് വേണ്ടുന്നതായിട്ടുള്ള പരിചരണങ്ങൾ നൽകാനും നിങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കാതെയും പോകുന്നു എന്ന് കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ സേവനം ആവശ്യമായിട്ട് വരുന്നു. ആ പശുവിനെ പരിചരിക്കാൻ നിങ്ങൾക്ക് ഒരാളുടെ സേവനം വേണ്ടി വരുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാന സുന്ദരമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം
കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പശു നോക്കും. അങ്ങനെയുള്ള പശുവിനെ പരിചരിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ട്. സ്വസ്ഥവും സമാധാന സുന്ദരവുമായിട്ടുള്ള ജീവിതത്തിന് ആ പശുവിനെ നല്ല നിലയിൽ പരിചരിക്കുന്ന ഒരു പരിചാരകൻ വേണം എന്ന് നിങ്ങൾ കൂട്ടുക. സ്വാഭാവികമായിട്ടും ആരെയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ പശുവിനെ സംരക്ഷിക്കാൻ? ആ പശു അത്ര വിലപ്പെട്ടതാണ് നിങ്ങൾക്കെന്നുള്ള ഓർമ്മ വെച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതമാണ് ആ പശു എന്നുള്ള വിചാരത്തോടുകൂടി ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ആ പശു പരിപാലകനായിട്ട് ഒരാളെ തിരഞ്ഞെടുത്താൽ ആരെയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? തീർച്ചയായിട്ടും പശുവിനെ സ്നേഹത്തോടുകൂടി പരിചരിക്കാൻ, പശുവിനെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു പരിചാരകൻ ഉണ്ടാവണം. അതായിരിക്കും ഏറ്റവും സുരക്ഷിതം പശുവിന്, അല്ലേ? പശുവിനോട് ശത്രുതയുള്ള ഒരാളെ നമുക്ക് ആ പശുവിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അല്ലെ? പശു എന്ന് പറയുന്ന മൃഗത്തോട് അറപ്പുള്ള, പശുവിന്റെ ചാണകത്തോട് അറപ്പുള്ള, മൂത്രത്തോട് അറപ്പുള്ള ഒരു വ്യക്തിയെ നമുക്ക് പശുവിനെ പരിചരിക്കാനായി ഏർപ്പെടുത്തുന്നത് അപകടമാണ്. ഇനി പശുവിന്റെ വാല് പിടിച്ചുകൊണ്ട് അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് നേരം പോക്കാൻ ഞാനത് കടത്തി പറയുന്നില്ല, മോശമായിട്ട് പറയുന്നില്ല. കാരണം വളരെ സംസ്കൃതീകരിക്കപ്പെട്ട ഒരു ജനവിഭാഗവും അങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്ന ബോധ്യമുള്ളത് കൊണ്ട് അതുകൊണ്ട് പറയുകയാണ്. എങ്കിൽ പോലും പശുവിനെ ദുരുപയോഗിക്കുന്ന മനുഷ്യരുമുണ്ട്. മൃഗതുല്യനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് ആ പശുവിനെ, നമ്മളുടെ പശുവിനെ നമുക്ക് പരിചരിക്കാൻ ഏൽപ്പിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പശുപ്രേമിയായിട്ടുള്ള ഒരു പശുപാലകനെ നമുക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും സമാധാന സുന്ദരമായി നമ്മുടെ പശുവിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. ഒരു പശുപ്രേമിയെ പിടിച്ച് പശുവിനെ നോക്കാൻ ഏൽപ്പിക്കുക. അദ്ദേഹം കൃത്യമായിട്ട് ആ പശുവിനെ പരിപാലിക്കും, തീറ്റിപ്പോറ്റും, വെള്ളം കൊടുക്കും, കുളിപ്പിക്കും, അതിനു വേണ്ടുന്ന എല്ലാം നൽകും. ചിലപ്പോൾ വേപ്പെണ്ണ പുരട്ടി ഈച്ച വന്ന് കടിക്കാത്ത വിധത്തിൽ സംരക്ഷിക്കും. അങ്ങനെ പല കാര്യങ്ങൾ സംരക്ഷിക്കും. അതിന് കുളമ്പുദീനം വരാതിരിക്കാൻ നോക്കും. അതിൻ്റെ സുഖമായിട്ട് അതിനെ പരിചരിക്കാൻ വേണ്ടുന്ന അതിൻ്റെ കിടപ്പ് തൊട്ട്, ഇരിപ്പ് തൊട്ട്, നിപ്പ് തൊട്ട്, അങ്ങനെ സകലമാന പശു ഇരിക്കുവോ എന്ത് തന്നെ ആയാലും ഒരു പശുവിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യവും ഒരു പശു സ്നേഹി ചെയ്യും. നായ് പ്രേമികൾ നായയുടെ കാര്യം നോക്കുന്ന പോലെ രഞ്ജിനി തെരുവ് പട്ടികളുടെ കാര്യമില്ല, ജനുസ് ഗുണമുള്ള പട്ടികളുടെ കാര്യം മാത്രമേ രഞ്ജിനി നോക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു നായ് പ്രേമി നായ്ക്കളെ നോക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ, പരിപാലിക്കുന്നത് പോലെ ഒരു പശുപ്രേമി പശുവിനെ സംരക്ഷിക്കും. അപ്പൊ പശുപാലകനായിട്ട് വരുന്ന വ്യക്തി നല്ല പശുത്വമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി നമ്മുടെ ജീവിതം ജീവിക്കാം. പോങ്ങൻ ഈ രാജ്യത്തെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു പശു എന്നുള്ള നിലയ്ക്കല്ല, നമ്മളുടെ രാഷ്ട്രത്തെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. എനിക്ക് ഈ രാജ്യം എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളാൽ അതിരു പങ്കിടുന്ന ഒരു പ്രദേശമല്ല. എനിക്ക് ഭാരതം അത് ഒരു മാതൃശരീരം തന്നെയാണ്. ഒരു പ്രദേശമല്ല, മാതൃശരീരം തന്നെയാണ് എനിക്ക് ഭാരതം. എന്തുകൊണ്ട് ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് ഇത്രമാത്രം സ്നേഹം എനിക്ക് തോന്നുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ഭാരതത്തിലാണ് ജനിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പശുവിനെ പരിപാലിക്കാൻ നമ്മൾ പശുപ്രേമിയെ ഏൽപ്പിക്കുന്നത് പോലെ ഭാരതത്തെ പരിപാലിക്കാൻ, പരിചരിക്കാൻ, സേവിക്കാൻ ഭാരതത്തെ അമ്മയായി കാണുന്നവർ തന്നെയാണ് നല്ലത്. അതാണ് സുരക്ഷിതത്വം, അതാണ് സമാധാന സുന്ദരമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഞാനൊരു ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തോടുള്ള എൻ്റെ സ്നേഹം നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് ഭാരതീയനാവാനുള്ള എൻ്റെ അല്ലെങ്കിൽ ഭാരതത്തോടുള്ള എൻ്റെ സ്നേഹത്തിന്റെ, ഭാരതാംബയെ ഞാൻ സ്നേഹിക്കാനുള്ള കാരണം ഞാൻ ഭാരതീയനായി, ഭാരതീയ പൗരനായി ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ അമ്മയായി കാണുന്ന ആളുകളുടെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ രാജ്യത്തെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ സാധിക്കുക. അതിനകത്തും പുഴുക്കുത്തുകളുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു, അതിനകത്തും കുഴപ്പക്കാരുണ്ട്. ഒരു ജനസമൂഹം എന്ന് പറഞ്ഞു ഇപ്പൊ BJP ആവട്ടെ, സംഘികളാവട്ടെ, RSSകാര് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, എല്ലാത്തിലും നല്ലതും ചീത്തയുമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ട് ഭേദപ്പെട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഭാരതത്തെ അമ്മയായി കാണുന്ന ഒരു ജനസമൂഹത്തിന് മുന്നിൽ ആ ഭാരതത്തിനെ സേവിക്കാനുള്ള അവസരം നൽകുന്നതാണ് സുരക്ഷിതത്വം എന്ന് പറയുന്ന എൻ്റെ സ്വാർത്ഥ ചിന്തയാണ്, എൻ്റെ സ്വാർത്ഥ ബുദ്ധിയാണ്. അവിടെയാണ് ഞാൻ സംഖ്യയാവുന്നത്. ഞാൻ ഹിന്ദു എന്ന നിലയിലല്ല സംഖ്യയാവുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രം മെനഞ്ഞെടുത്തോളം ഇവർ എന്ന് പറയുന്നത് കൊണ്ടല്ല. ഹിന്ദു ഭൂരിപക്ഷമായിട്ട് നിൽക്കണം. ഹിന്ദുക്കൾ തീർച്ചയായിട്ടും അതിശക്തമായ നിലയിൽ നിന്നാൽ മാത്രമേ ഈ സമൂഹത്തിൽ മതേതരത്വമാവട്ടെ, മാനവിക ബുദ്ധിയാവട്ടെ അത് നന്നായി വരുള്ളൂ എന്ന് പറയുന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം ഹിന്ദു എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള
ഒരു മതപുരോഹിതനോ അല്ലെങ്കിൽ ഒരു മതവ്യാപാരം നടത്തുന്ന വ്യക്തികളുടെയോ കൂട്ടമല്ല. ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ ചിതറിക്കിടക്കുന്ന, ഏറ്റവും അധികം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംസ്കൃതി കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് ഹിന്ദു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിൽ മതേതരത്വം അവിടെ ഉറപ്പായിക്കോളും, ഇതര മതസ്ഥർ സമാധാനമായിട്ട് ജീവിച്ചോളും. എന്ന് ഹിന്ദു ഭൂരിപക്ഷം അല്ലാതാവുന്നോ അവിടെ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. അപ്പൊ ഈ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സുഖിമാനായിട്ടുള്ള സമാധാന സുന്ദരമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ശക്തിപ്പെട്ടു നിൽക്കുന്നതും ഈ പറയുന്ന സംഘികൾ, ഭാരതത്തെ മാതാവായി പരിഗണിക്കുന്ന മനുഷ്യർ, സംഘികൾ, അവർക്ക് ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ നാടിനെ സേവിക്കും, വഹിക്കില്ല. അതാണ് സംഭവിക്കുക. പിന്നെ എന്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാറ്റകൾ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കിയപ്പോൾ പോങ്ങൻ വളരെ ഊർജ്ജസ്വലനായി സംഘി എന്ന് പറയുന്ന വിളിക്ക് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വിളി കേൾക്കാൻ കഴിയുന്ന യോഗ്യത നേടിയെടുക്കുന്ന നിലയിൽ ഞാൻ സംസാരിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ദേശവിരുദ്ധ ശക്തികൾ, ദേശദ്രോഹികൾ കൃത്യമായും ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്ന് പറയുന്ന എന്റെ ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ മാധ്യമങ്ങളെയൊക്കെ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, വർത്തമാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, സഹജീവികൾക്കിടയിലുള്ള വർത്തമാനങ്ങളാവട്ടെ, മാധ്യമങ്ങളിലൂടെ വരുന്നവരാവട്ടെ, സാധാരണ മാപ്രകളാവട്ടെ, എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാറ്റകളെ തീറ്റിപ്പോറ്റുന്നതിൽ ദേശവിരുദ്ധ ശക്തികളുണ്ട്, മതവ്യാപാരികളുണ്ട് എന്ന് പറയുന്ന ഉത്തമ ബോധ്യം എനിക്ക് വന്നു. ഇന്ന് ഇന്ത്യ മഹാരാജ്യം അത്യാവശ്യം സമ്പന്നമായിട്ടുണ്ട്, സമൃദ്ധ സുന്ദരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ, അതായത് 2014 വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ നാട് സാമ്പത്തിക സമൃദ്ധിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും പാറ്റകൾ ഇളകി വരുന്നു. ഇനി ഒരു ഭരണമാറ്റം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൃദ്ധി ഉണ്ടാക്കി ഖജനാവൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ സംഖ്യകളെ മുഴുവൻ തുരത്തിക്കൊണ്ട് നമുക്കിത് അടിച്ചു മാറ്റാം എന്ന് പറയുന്ന ചിന്തയോടുകൂടി ഖജനാവ് കക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ, ഈ പോങ്ങനെ പോലുള്ള ആളുകൾ സമാധാന സുന്ദരമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ, പോങ്ങന്മാർ, തീർച്ചയായിട്ടും ഈ സമയത്തല്ലെങ്കിൽ ഏതു സമയത്താണ് ഈ രാജ്യത്തെ സേവിക്കുന്ന മനുഷ്യർക്ക് ശക്തി പ്രാപിക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി, അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടുന്നതായിട്ടുള്ള നിലയിൽ സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത് എപ്പോഴാണ്? ഇപ്പോഴല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് എന്നെ എന്ത് വിളിച്ചാലും, എന്നെ വർഗീയവാദി എന്ന് വിളിച്ചാലും, എന്നെ എന്ത് തരത്തിലുള്ള ഹിന്ദു തീവ്രവാദി എന്ന് വിളിച്ചാലും എനിക്കൊരു കോപ്പുമില്ല. നമുക്കൊക്കെ സമാധാന സുന്ദരമായിട്ട് ജീവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നമ്മുടെ പശുവിനെ പശുപാലകനായി സേവിക്കാൻ ഒരാളെ ഏർപ്പെടുത്തണമെങ്കിൽ പശുപ്രേമിയായ ഒരുവനെ വേണം. പശുപ്രേമിയായ ഒരുവനെ വേണം നമ്മുടെ പശുവിനെ പരിചരിക്കാൻ ഏൽപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ നമുക്ക് സമാധാനമായി നമ്മളുടെ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ ഈ ഭാരതത്തെ അമ്മയായി കാണുന്നവർ തന്നെയാണ് അമ്മയെ പരിപാലിക്കേണ്ടത്. സ്വന്തം വീട്ടിൽ വാടകക്കാരെ പോലെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് മതവ്യാപാരികളുടെ കുശാഗ്ര ബുദ്ധിയിൽ നാണ്യമൃഗങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വെറും മതപ്പറ്റ് മാത്രമുള്ള മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഈ രാജ്യം എന്ന് പറയുന്നത് അമ്മ രാജ്യമല്ല, സ്വന്തം രാജ്യമല്ല. അങ്ങനെ ചിന്തിക്കുന്നവരല്ല നമ്മുടെ നാട് ഭരിക്കേണ്ടത്. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഗുണം കിട്ടില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അതിലൂടെ നുഴഞ്ഞു കയറി സ്വന്തം കാര്യം നോക്കികളായിട്ടുള്ള ഈ സംഖ്യപാളയത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്ന് പറയുന്ന മനുഷ്യരെ നമ്മൾ തിരഞ്ഞു പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. നിസ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരെ നമ്മൾ അവിടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഓരോ പോങ്ങ ബുദ്ധിയുള്ള മനുഷ്യനും ചെയ്യേണ്ടതാണ്. നമ്മളൊന്നും നാളെ അധികാര കസേരയ്ക്ക് വേണ്ടി പോകുന്നവരല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാര കസേര ഉന്നമിട്ടുകൊണ്ട് സ്വന്തം ആസനം അങ്ങനെ ഒരു കാലത്ത് അധികാര കസേരയിൽ എത്തിക്കാം എന്നുള്ള വിചാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ കണ്ടുപിടിച്ച് തിരഞ്ഞുപിടിച്ച് അവന്റെ ചന്തിക്ക് അടികൊടുത്ത് ഈ പരിസരത്ത് ഈ പൊതുപ്രവർത്തന
രംഗത്ത് തന്നെ തുരത്തണമെന്ന് പറയുന്നൊരു അഭിപ്രായക്കാരനാണ് പോങ്ങൻ. എപ്പോഴും സാമൂഹ്യ സേവന ബുദ്ധിയുള്ള ജനസേവന താല്പര്യമുള്ള ജനസേവന തൽപരരായിട്ടുള്ള ആളുകൾ തന്നെ വേണം നമ്മളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങാൻ, ഭരിക്കാൻ വേണ്ടിയല്ല, അധികാരം നേടാൻ വേണ്ടിയിട്ടല്ല, സേവിക്കാൻ വേണ്ടി. അവസരം, അധികാരം എന്ന് പറയുന്നത് ഒരു അവസരമാണ്, സഹജീവികളെ സ്നേഹിക്കാനുള്ള അവസരമാണ് എന്ന വിചാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ തെരഞ്ഞുപിടിച്ച് അതാത് സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് സ്വസ്ഥമായി നമ്മുടെയൊക്കെ ജീവിതം ജീവിക്കാൻ, ആകാശം കാണാൻ, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ, സ്വസ്ഥമായി ജീവിക്കാൻ. നമ്മുടെ കുടുംബം നോക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനു വേണ്ടി സമൃദ്ധി ചുരത്തുന്ന ഒരു പശുവിനെ പരിചരിക്കാൻ ഏൽപ്പിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം അത് പശുപ്രേമം ഉള്ള ഒരു സ്വഭാവമാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ പശുവിനെ കൃത്യമായി ആ കരങ്ങളിൽ പരിചരിക്കാൻ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധിയാണ് പോകാനുള്ളത്. സമൃദ്ധ സുന്ദരമായി ജീവിക്കാനുള്ള ത്വര, ആ സ്വാർത്ഥതയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘി എന്ന് പറയുന്ന വിളിക്ക് ഞാൻ എന്തോ എന്ന് വിളി കേൾക്കുന്നത്. കാരണം സംഘികളോളം ഭാരതീയപ്പറ്റുള്ളവർ, ഈ മണ്ണിനെ അമ്മയായി കാണുന്നവർ, വെറും മണ്ണായിട്ടല്ലാതെ മാതൃശരീരമായിട്ട് കാണുന്നവരാണ് സംഘികൾ എന്ന് പറയുന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. അതിനകത്ത് പോലും പുഴുക്കുത്തുകൾ കയറിയിട്ടുണ്ട്. കാരണം മലയാളികളല്ലേ, സ്വാർത്ഥരിയില്ലേ, സ്വാഭാവികമായിട്ട് അതിനകത്തും കടന്നുകൂടും. അപ്പോൾ നമ്മളെ പോലുള്ള പോങ്ങന്മാര് വേണം അവനെ ഒന്ന് ചവിട്ടി പിടിക്കട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ. കാരണം നമുക്ക് സ്വാർത്ഥത മറ്റു നിലയിലില്ല. നമ്മുടെ സ്വാർത്ഥത സമാധാന സുന്ദരമായിട്ട് ജീവിക്കുക എന്നുള്ള സ്വാർത്ഥതയാണ്. പോങ്ങൻ പറഞ്ഞത് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഇതുകൊണ്ടാണ് പോങ്ങൻ സംഘി എന്ന് പറയുന്ന വിളി കേൾക്കുന്നത്. സംഘികൾക്ക് വേണ്ടി വാദിക്കുന്നത്, സുഖിക്കാൻ, സമാധാന സുന്ദരമായി ജീവിക്കാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. 10-14 വർഷത്തെ ഭരണം, 12 വർഷത്തെ ഒരു ഭരണം കൊണ്ട് അത്യാവശ്യം ഖജനാവ് സമൃദ്ധമായിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങേരെ തള്ളി താഴെ ഇട്ടിട്ട് നമ്മൾ മനുഷ്യർ തേനീച്ചയുടെ തേൻ കവരുന്ന ഒരു പണിയില്ലേ? വളരെ കഷ്ടപ്പെട്ട് തേനീച്ച ഇങ്ങനെ തേൻ ശേഖരിച്ചു വെക്കും. നമ്മള് മൂട്ടിൽ പുക കൊടുത്തിട്ട് തേനീച്ചകളെ തുരത്തും. എന്നിട്ട് നമ്മൾ അറുത്തെടുക്കും. 1-2 കുത്ത് കിട്ടുമായിരിക്കും, എന്നാലും നമുക്ക് തേൻ സമൃദ്ധമായിട്ട് ലഭിക്കും. തേനീച്ചകൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കുന്ന തേൻ എത്രത്തോളം ഭംഗിയായിട്ടാണോ മനുഷ്യർ കട്ടുകൊണ്ടു പോകുന്നത്, അതേപോലെ തന്നെയാണ് ഭാരതപുത്രനായിട്ടുള്ള മോദി ഈ രാജ്യം സ്വന്തം അമ്മയെ സേവിക്കുന്ന പോലെ സേവിച്ച് സമൃദ്ധി ഉണ്ടാക്കി കൂട്ടി ഖജനാവിലായിട്ട് നിറയ്ക്കുമ്പോഴത്തേക്കും ഇനി ഇവനെ തട്ടിയിട്ട് ഇവന്റെ മൂട്ടിൽ പുകയിട്ടിട്ട് സംഘികളെ തുരത്തിയിട്ട് ഈ സമൃദ്ധിയുടെ തേൻ പതിയെ എടുക്കാം എന്ന് വിചാരിക്കുന്ന തെണ്ടികളല്ലേ പാറ്റകൾ അല്ലേ? പോങ്ങൻ ആ കൂടെ കൂടാൻ പറ്റില്ലെന്നേ. പോങ്ങൻ എന്തായാലും ഈ പുക കെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. സംഘികളുടെ മൂട്ടിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ദേശവിരുദ്ധർ പുകയുണ്ടല്ലോ, നമ്മുടെ ഖജനാവ് അറുത്ത് തേൻ ഖജനാവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമൃദ്ധിയുടെ മധുരം നുണയാൻ വേണ്ടി വന്നിരിക്കുന്ന പാറ്റകളെ പുകയ്ക്കുന്ന സകലവന്മാരെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട വർത്തമാനമല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത്തരം ശ്രമങ്ങൾ. എനിക്ക് പറ്റുന്നത് ഇതുപോലുള്ള പരസ്യമായ പങ്കുവയ്ക്കലാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിക്കരുത്. സന്തോഷം, വളരെ സന്തോഷം. അതുകൊണ്ട് ഇതാണ് സംഘി എന്നുള്ള വിളിയുടെ പിന്നിൽ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സമകാലിക മലയാളത്തിനകത്ത് ശ്രീ കൃഷ്ണകുമാർ ജി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഒന്ന് പരാമർശിച്ച് പോകേണ്ടതുണ്ട്. അത് നാളെ ആവട്ടെ. പിന്നെ ടി ജി സാറിന്റെ ഒരു കാര്യം തുടരാനുണ്ട്. നമ്മുടെ അഖിൽമാരാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കർക്കടക ഭ്രാന്ത് ഉച്ചയിൽ നിൽക്കുന്നത് കൊണ്ടാണ് മൊത്തത്തിൽ താളം തെറ്റിപ്പോകുന്നത്. ക്ഷമിക്കുക. സന്തോഷം, തുടരും. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം. എന്തായാലും ഇപ്പോൾ കുറച്ചെങ്കിലും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പോങ്ങൻ എന്തുകൊണ്ട് സംഘിയാവുന്നു എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ സ്വാർത്ഥത മാത്രമാണുള്ളത്, സ്വാർത്ഥത മാത്രം. ഹലോ, ശരി അമ്മേ. ഓക്കെ, സന്തോഷം. അവിടെ ഒരാൾ വന്നിരിക്കുന്നു, ഗേറ്റിൽ തുറന്നു കൊടുക്കട്ടെ കേട്ടോ. ടാറ്റ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. കുട്ടാ, സോറി.
തുണി ഉരിഞ്ഞു പോയിടാവേ. ഞാനിതേ മുറിക്കകത്ത് ഇരുന്നത് കൊണ്ട് ചേടാ ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല. അകത്തുണ്ട് ക്യാമറ ഓണാ.